ഹേ ഗായ്സ്, അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും സൗദിക്ക് വന്നു എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫറൗലി പോയിരുന്നു കേട്ടോ. ഫറൗല എന്ന് പറയുന്നത് ഇവിടെ ഒരു ജ്യൂസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരിക. നല്ല മധുരമാണ്, പക്ഷേ ഷുഗർ ആഡ് ചെയ്യൂല. ഞാനൊരു സ്ട്രോബെറി ജ്യൂസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്ക് ഇവിടെ ഫറൗല എന്നാട്ടാ പറയുക. ആ പേര് തന്നെയാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. ഫറൗല എന്ന് തന്നെ ഷോപ്പിൻ്റെ പേരും. കുടിക്കുമ്പോഴേ തോന്നും കേട്ടോ ആ ഫ്രൂട്ട്സിൻ്റെ ആ ക്വാളിറ്റിയും ഒക്കെ. നല്ല ജ്യൂസായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു ജ്യൂസ്. എനിക്ക് പാല് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പാൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സ്ട്രോബെറി മാത്രമായിട്ട് ജ്യൂസാക്കി തന്നതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊണ്ടുവരുമല്ലോ ബീഫ്. പിന്നെ അന്ന് രാത്രി എല്ലാവരും കൂടിയിട്ട് ബീഫ് ഉണ്ടാക്കലേക്കാരം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റഷീദാക്ക. അപ്പോൾ റഷീദാക്കക്ക് ബീഫ് കിട്ടിയ സന്തോഷമാട്ടോ. മൂപ്പര് കുറച്ചായി നാട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ബീഫ് കണ്ട സന്തോഷമാട്ടോ. മൂപ്പരാട്ടോ നമ്മളെ മെയിൻ ഷെഫ്. എന്തുണ്ടെങ്കിലും നമ്മൾ റഷീദാക്കാൻ്റെ അടുത്താട്ടോ കൊടുക്കുക. ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും. خلي بصل خلي بصل بعدين بصل الحين هذا ثوم جنجبيل സൗദി എടുത്തിടേ. തീ കിട്ടും ഒത്തിക്കടിയല്ല. ആ പച്ചോൾ കൂടി കേട്ടോ. യാവക്ക മാത്രം ജീരകപ്പൊടി ബറാത്തിന്റെ വെള്ളപ്പം വെള്ളപ്പല്ല നീർദോശ എന്നൊക്കെ പറയും. അതല്ലേ വെള്ളപ്പം. ഫസ്റ്റ് ടേസ്റ്റ് നാക്കടി കിട്ടുന്നു. അങ്ങനെയുണ്ട് ചൂട് ചൂട്. അപ്പോൾ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് റഷീദാക്ക കുക്ക് ചെയ്തിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരും ചെയ്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോണത് ബീഫിന് വേണ്ടിയിട്ട് തല്ലൂടുന്ന ആൾക്കാരെയാണ് കേട്ടോ. ഇന്നലെ പിന്നത്തെ ബ്രോസ്റ്റ് വന്നേ അത് ഇതൊന്നല്ല. അതെന്താ നമ്മള് സംസാരിക്കല്ലേ നമ്മൾ എങ്ങനെ വലിച്ചു ഒരു മനസ്സിലാകുന്ന